ഗായ്സ്, നമ്മുടെ ശ്രീ മാനികാവ് നമ്മുടെ സ്വയംഭൂ ശിവക്ഷേത്രമില്ലേ, അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഗായ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രുദ്രാക്ഷം പോലെ തന്നെ ഭദ്രാക്ഷം ഉണ്ട്. പക്ഷേ രുദ്രാക്ഷത്തിൻ്റെ അത്രയും പവറില്ല നമ്മുടെ ഭദ്രാക്ഷത്തിന്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതാണ് നമ്മുടെ ഭദ്രാക്ഷം എന്ന് പറഞ്ഞ സാധനം. ഓ മോസ്റ്റ് പവർ, ഇതേപോലെ മോസ്റ്റ് പവറാണ്. ഇതുണ്ടോ ഇതിൻ്റെ ഷേപ്പ് നിങ്ങൾ നോക്കിയേ, പരന്നിരിക്കുന്നുണ്ടോ. പക്ഷെ നമ്മുടെ രുദ്രാക്ഷം കണ്ടോ റൗണ്ടിലാണ്. ഇത് കുറച്ച് ഞാൻ പറഞ്ഞ ആമേനെ തോട് പോലെ ഉണ്ടെന്ന്. അപ്പോൾ ഇത് ഇവിടെയൊക്കെ ധാരാളം ഇതുണ്ടോ, ഇതാന്ന് തോന്നൂല്ലേ അതിന്റെ മരം. ഇതുണ്ട് ഇവിടെ നോക്കുന്നില്ലേ, വാവ് നിറച്ചുണ്ടല്ലോ പൈസ. നമുക്ക് എത്ര ഭദ്രാക്ഷങ്ങളാണെന്നുണ്ടോ, ഒരുപാട് ഭദ്രാക്ഷം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ, നല്ല രസമുണ്ട് കാണാൻ. ഇതാ അപ്പോൾ നമ്മുടെ സർപ്പക്കാവ് ഫസ്റ്റത്തെ ഇവിടെ അല്ലായിരുന്നു ഗൈസ്, ഇതാ അവിടെയായിരുന്നു കേട്ടോ. പക്ഷേ ഈ സർപ്പക്കാവും അടിപൊളിയാണ് സത്യം പറഞ്ഞാൽ. ചിവിയുടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു കാടിന് നടുക്കാണ് നമ്മുടെ മാനികാവ് അമ്പലം വന്നിട്ടുള്ളത്. അപ്പോൾ അമ്പലത്തിൽ ഞാൻ നട തുറക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ് കാണുന്നത്. അപ്പോൾ ഇതുണ്ടോ നല്ല രസമാണ് ഇവിടേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ ബാക്ക് നല്ല ഈ അമ്പലത്തിന്റെ ചന്ദനത്തിരിന്റെ ഒരു അമ്പലം എന്ന് പറയുമ്പോൾ തന്നെയുള്ള ഒരു നല്ലൊരു സ്മെല്ല് നമുക്ക് ശരിക്കും അവിടെ മോസ്റ്റ് ആണ്. അയ്യോ ഭയങ്കര പീസാണ് ഇവിടെ, ഭയങ്കര പീസാണ് കേട്ടോ. അപ്പോൾ തല നല്ല ചപ്രിയുണ്ട്. ഭദ്രാക്ഷത്തിന്റെ മരം ഇതാന്ന് തോന്നുന്നത്. ഇതാ ഭദ്രാക്ഷം, ഈ രണ്ട് മരവും സെയിമാണ്. വലിയ മരമാണ് കൈസ്. എന്ത് രസമാണല്ലേ, നിറച്ച് ചില്ലകളായിട്ടുള്ള. പാലിടിച്ചോ ഇതുണ്ടോ ഭദ്രാക്ഷം, സൂപ്പർ അടിപൊളി. നിങ്ങളിത് കണ്ടിട്ടുണ്ടെങ്കിൽ ഗായ്സ് പറയാൻ